എന്ത് ഈ വഴിക്ക്? അപ്പോട്ട് കമ്പൈൻ സ്റ്റഡി അങ്കിൾ. എന്റെ മോൻ ഒറ്റയ്ക്ക് പഠിക്കുന്ന സമയത്ത് അവന്റെ പരീക്ഷാ പേപ്പർ നിറച്ച് ഉത്തരങ്ങളായിരുന്നു. എന്നീ പോലുള്ള റാം ഇവിടെ പഠിക്കാൻ വരാൻ തുടങ്ങി. അന്ന് അവന്റെ ഉത്തരം മുട്ടി. അങ്കിൾ ഇപ്രാവശ്യം നോക്കിക്കോ. നോക്കുന്നുണ്ടോ? ഒന്നില്ലടാ. എന്തിനാടാ ഈ പ്രായത്തിൽ പോലെ മീശ വെച്ചേക്കുന്നു? അതിനെ ഇപ്പോഴേ IPS ആവാനുള്ള പ്രിപ്പറേഷൻ അല്ല. IPS ഫുൾ ഫോം എന്തോടാ? ഇന്ത്യൻ പോലീസ് സൂപ്പർ ഫണ്ടാസ്റ്റിക്. കേറിപ്പോ വരും. എനിക്ക് കെമിസ്ട്രി ഒട്ടും തലേ കയറുന്നില്ല. ബാക്കിയെല്ലാം ഇയാളെ തലച്ചോറ് ഉണ്ടല്ലോ. പിന്നെ എന്തിനാ ഇതൊക്കെ എടുക്കുന്നേ? നമ്മളെ സീമ ടീച്ചർക്ക് എത്ര രൂപ ശമ്പളം കാണൂടാ? ഒരു 10-30,000 കാണും. അവരുടെ ചെലവൊക്കെ നടന്നു വന്നു എന്തോ. ഡിവോഴ്സും കൂടെ. 2 പെൺമക്കളും. 2 കെട്ടെന്ന് പാവം അല്ലേ, വന്നേല്ലേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോ പഠിക്കുമായിരിക്കും. എന്തായാലും പുഷ്പ 1000 കോടി അടിച്ചല്ലേ. അല്ലു അർജുൻ ഒരുപാട് കഷ്ടപ്പെട്ടു. എന്റെ പേടി ഐറ്റം ഡാൻസിന് സംബന്ധയുടെ അത്രയും സീരിയലേ വരുമെന്നായിരുന്നു. എനിക്കുറപ്പായിരുന്നു. അവളെ കുച്ചി മറ്റിലെ പെട്ടി കണ്ടായിരുന്നു. എല്ലാം അറിയാം പുഷ്പയ്ക്ക്, ചില കാര്യങ്ങൾ അറിയില്ല. എന്തോടാ അറിയാത്തത്? അതല്ല, എല്ലാം ഉണ്ട് പുഷ്പയ്ക്ക്, എന്നാ ചിലതോ ഇല്ലില്ല. എന്തോ ആയിരിക്കും ഇല്ലാത്ത? പുഷ്പയ്ക്കില്ലാത്ത എന്തോന്നു? പുഷ്പയ്ക്കില്ലാത്ത എന്തോന്ന് കാണാടാ. എന്നാലും അതായിരിക്കൂല. ഇത്ര നേരമൊക്കെ നീ ഇവിടെ ഇരുന്നിട്ട് എന്താടാ പഠിച്ചത്? ഔട്ട് ഓഫ് സിലബസ് ആദ്യം പഠിക്കാന്ന് വെച്ചു. കമ്പൈൻ സ്റ്റഡി പഠിച്ച് രക്ഷപ്പെട്ട ആരും ഈ കേരളത്തിലില്ല. ഞങ്ങൾ ചരിത്രം തിരുത്തി എഴുതിയാലോ? ആദ്യം നീയൊക്കെ പരീക്ഷ എഴുതണം. പന്നികളെ. ആരാ? എന്നാ വേണം? ഞാനാമാവ PK. PKയോ? അത് അമീർ ഖാന്റെ ഒരു പടമില്ലയോ? പുലിമൂട്ടി കണ്ണനെന്ന്. ദിവാകരന്റെ മോനെ. അപ്പൊ ഇതാര്? ഇത് KK. കേക്കാൻ പറ. അമ്മാവ ഇത് KK കൊളത്തുപ്പുഴ. ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ അമ്മാവ സംഗീതത്തിന്റെ പുറകെ പോയേന്. നിങ്ങൾ രണ്ടുപേരും കൂടെ എന്തിനാടാ സംഗീതയുടെ പുറകെ പോയ? പ്രശ്നമാവൂലേ? സംഗീതമല്ല അമ്മാവ, സംഗീതം. ഞങ്ങൾ റാപ്പ് പാടുമ്പോ അവർ ഞങ്ങളെ പുച്ഛിക്കുന്നു, ലജ്ജിക്കുന്നു, തെജിക്കുന്നു. കൊച്ചിക്കാതെ നിങ്ങൾ ഒരു ആപ്പ് അങ്ങോട്ട് ഇട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യാം. എന്നാ നമുക്ക് കൊച്ചു പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള റാപ്പ് പാടിക്കൊടുക്കും. ഇനി കേരളത്തിലെ എല്ലാ അമ്മമാരുടെ തൊട്ടിലുകളിലും ഈ പാട്ടായിരിക്കും. അച്ഛൻ വന്ന് നോക്കി, ഞാനും ഒന്ന് നോക്കി. ഞങ്ങളിരുന്ന് കണ്ട്, കൊച്ചി TV കണ്ട്, ഡോറാബുച്ചി കണ്ട്, ജാക്കി ചാനെ കണ്ട്, ഹീമനെ കണ്ട്. ബേക്കൽ കോട്ടയിലെ ശക്തി എന്റെ ഉള്ളിലേക്ക് കയറി വാ. ഇത് ആർക്ക് വേണ്ടി ഇറക്കിയാന്നാ പറഞ്ഞേ? കേരളത്തിലെ കൊച്ചു പിള്ളേർക്ക് വേണ്ടി. കേരളത്തിലെ പിള്ളേർ ഇത് കേട്ടാ മോന്തയ്ക്ക് പെടുത്ത് വെക്കും. നിന്റെയൊക്കെ കൂട്ടത്തിലുള്ളവരത്തല്ലേ ആ പങ്കജാക്ഷി റാപ്പ് ഇറക്കിയത്. അവനെ പിന്നെ പിടിച്ചിട്ട് കിട്ടിയിട്ടില്ല. പിടിയിട്ട് കാണത്തില്ല നാട്ടുകാർക്ക്. അമ്മാതിരി അവരാധവൻ പടച്ചു വെച്ചേക്കുന്നത്. ഐ തിങ്ക് അമ്മാവിന് കിഡ്സ് സെക്ഷൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. അമ്മാവ, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എന്റെ കാമുക്ക് മിൻമിനി എന്റെ ചിമ്മിനി ആക്കിയിട്ട് ഒരു മന്മഥനോടൊപ്പം പോയി. കഷ്ടമായി പോയി. അന്നേരം ഞാൻ എഴുതിയ ട്രാക്ക. വിരഹഗാനമായിരിക്കും. പാടിക്കോ. അഴലിന്റെ ആഴങ്ങളിൽ പോണം. പാട്. ഓക്കേ, വീണ്ടും PK എന്നും KK. നിങ്ങൾ ഇത് KK. അച്ഛന് അമ്മയുണ്ട്, പെങ്ങക്കാളിയനുണ്ട്, എനിക്കാണ് ആരുമില്ല. I am alone. മന്തിക്ക് മയണൈസ് ഉണ്ട്, ബ്രെഡിന് ജാമുമുണ്ട്, എനിക്കാണ് ആരുമില്ല. വീണ്ടും alone. കോളേജിൽ മിൻമിനി വന്നു, ചിമ്മിനി ആക്കിട്ട് പോയി, മന്മഥൻ കൂടെ പോയി. വീണ്ടും alone. കയ്യിലെ കാശും പോയി, ബാങ്കിലെ ലോണുമായി, മൊത്തത്തിൽ 3G ആയി. വീണ്ടും alone. എങ്ങനെയുണ്ടെങ്കിൽ ഈ ട്രാക്ക്? നിന്നെയൊക്കെ റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ട് അടിക്കണം. ഇമാരി ട്രാക്ക് ഇറക്കിയതിന് കലാകാരന്മാർക്ക് വളരെ ഉണ്ട്. നീയൊക്കെ എന്തേലും ഒക്കെ വാർന്ന് സംസാരിച്ചിട്ട് സംഗീതമാണെന്ന് പോലും. നിനക്കൊന്നും ഇവിടെ അഭയമില്ല. പോ. നിന്റെയൊക്കെ ട്രാക്ക് വല്ല റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ട് എത്ര നീ നോക്കണ. പോടെ. നീ ഇവിടെ പട്ടിണിയെ? അവന്റെ തീറ്റ ഉണ്ടാ പിന്നെ കോഴി മുട്ട ഇടൂല്ലോ ഒരിക്കലും. അച്ഛൻ കഴിക്കുന്നില്ലേ? അച്ഛൻ പച്ചവെള്ളം കുടിച്ചോളാം മോനെ. മോൻ എന്ത് ചെയ്യുന്നു? വർക്കൗട്ട് ചെയ്യുന്നു. അല്ലാതെ ഇന്ന് ബൈസൺ അടിച്ചു. ബൈസണായിട്ട് എന്താ പ്രശ്നം? മാമാത ഈ കുഴക്കട്ടുണ്ടോ? ഇതുകൊണ്ട് ബൈസും. എന്റെ പൈസക്ക് പൈസക്ക്. അച്ഛാ, ആ മുട്ടക്കറി ഞാൻ മുട്ടക്കറി എന്ന് വിളിക്കണമെങ്കിൽ നിങ്ങളെ ഞാൻ അമിതാഭ് ബച്ചൻ എന്ന് വിളിക്കണം. അതിനകത്തൊരു ഒറ്റ മുട്ടയില്ല, അറിയോ?
എന്തോ മുട്ട സമ്മേളനോ വിഴുങ്ങുന്നു. അച്ഛൻ എന്തിനും ഒരു സൊസൈറ്റിയിലെ പാല് വേണ്ട, ഭയങ്കര കൊഴുപ്പ്. ഭയങ്കര കഴപ്പ് തന്നെ. മാമ ഇതൊന്ന് നോക്കി, ഇതിലൂടെ കയറേണ്ട മാംസമാണ് ഈ മാംസം വീണ്ടും ഒറ്റയ്ക്ക് കയറ്റുന്നത്. ഇപ്പൊ നാട്ടുകാരെ കണ്ടി ഇത് മാംസവും ഞാൻ പിണ്ടവും. ഇവനെയും കൂടെ ജിമ്മി പറഞ്ഞു. ഈ കാട്ടുപോത്തിന് തന്നെ മാസം 25,000 ഇനി കടാവിനെയും കൂടെ വിട്ടാൽ ലോൺ എടുക്കേണ്ടി വരും. അച്ഛൻ ട്രെയിനർ പറഞ്ഞ് 10,000 രൂപ കൊടുക്കുവാണെങ്കിൽ ഒരു പ്രോട്ടീൻ പൊടി വരുമെന്ന്. 10,000 രൂപയുടെ പ്രോട്ടീൻ പൊടി എന്നിട്ട് ഇയാൾ ഹൾക്കായിട്ട് അഭിനയിക്കാൻ പോന്നാ. ഒരു ജിമ്മിൽ ആശാ മതി ഒരു കുടുംബത്തിലെ സ്വത്തൊക്കെ നശിപ്പിക്കാൻ. മോനെ അച്ഛന്റെ മാസ വരുമാനം എന്ന് പറഞ്ഞാൽ 15,000 പിടിച്ചിട്ട്. അപ്പൊ മോന് പ്രോട്ടീൻ വാങ്ങാൻ വേണ്ടി മാത്രം അച്ഛൻ പണിയെടുക്കാന്ന് പറഞ്ഞ അത്രയ്ക്ക് അതമ്പതിച്ചെന്ന് PT കരുണാകരൻ. എനിക്ക് രാത്രി ഒരു 15 മുട്ട കൂടെ വേണ്ടി വരും. ആ കോഴിയുടെ പിന്നാമ്പറയിലൊന്ന് മാനിക്കടാ. നിങ്ങൾക്കൊക്കെ അത്ര ബുദ്ധിമുട്ടാണ് എന്നെ ഒരു പെണ്ണ് കെട്ടിക്ക്. ആ മുട്ടക്കറിയിലെ ഉള്ളിയും പോയി. അപ്പോഴോ കപ്പിളായിട്ട് കയറുവാണെങ്കിൽ ഓഫർ ഉണ്ട്. അച്ഛന് കുറച്ച് പൈസ ലാഭിക്കാൻ ജിമ്മിൽ. 15 മുട്ടയല്ലേ തരാം. അച്ഛൻ ചെറിയ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഒരു കുടുംബം വലിഞ്ഞു മുറുകിയ ഒച്ചയാ കേട്ടത്. ഇവന്മാരുടെ ഈ നടപ്പും മട്ടും കണ്ടിട്ടാണ് യവന്മാരുടെ തന്തയെ വിളിച്ചത്. ഇപ്പൊ തന്നെ കണ്ടപ്പോ എനിക്ക് തന്റെ തന്തയ്ക്ക് വിളിക്കാൻ തോന്നുന്നു. അയ്യോ പപ്പ വരൂലട്ടാ, പപ്പ ഡെഡാണ്. തന്നെ ഇപ്പൊ ഈ കോളേജിലോട്ട് വിളിപ്പിച്ചെന്തിനെന്നറിയോ? എന്റെ മക്കൾ ടോപ്പർ എന്ന് പറയാനാണ്. ടോപ്പർ അല്ല, പോപ്പർ അടക്കം രണ്ടും പൊട്ടിയത്. എന്റെ പൊന്നു പപ്പ ഇവരിപ്പോ പഠിപ്പിക്കണമെന്നില്ല, ഭയങ്കര ഉളപ്പാണ്. ആ സാർ ഓട്ടോമാറ്റിക് പഠിപ്പിച്ചിട്ട് കീറിടാനാ കൊള്ളാല്ല. പിന്നെ തന്റെ ഈ മൂത്ത മോൻ ആ ജിണ്ടാപ്പി എന്താണ്? ആ ഒരു കഴിവില്ലാത്തൊരു ഇറക്കൻ. അത് പറയല്ലേ സാറേ, ഡെയിലി 3 പാക്കറ്റ് തീർച്ചയൊക്കെ ഒറ്റയിരിപ്പിന് വലിച്ചോളിയും മച്ചാൻ. അബ്ദുൽ കലാമിന്റെ അവാർഡ് വാങ്ങിച്ച പോലെയാണല്ലോ താൻ ഇതൊക്കെ പറയുന്നത്. എന്റെ പൊന്നു സാറേ, ഇവന് അർബുദം വരാത്തോണ്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. കൊച്ചിയിൽ എവിടെ? വൈപ്പിന്. തനിക്ക് ഇവന് എത്ര പേപ്പർ ഉണ്ടെന്നറിയോ? ഇന്നലെ ഞാൻ 2 പേപ്പർ ജോയിന്റ് അടിക്കാൻ വേണ്ടി കൊടുത്ത്. നീ പുതിയതല്ല വാങ്ങിച്ച? പപ്പ അറിയാതെ ഞാൻ എന്തെങ്കിലും ചെയ്യുവോപ്പാ? ആ ഇല്ല, അതങ്ങനെ സംഭവിക്കൂല. എടോ ആ പേപ്പർ അല്ലടോ സപ്ലൈ. സപ്ലൈയാ? എന്റെ പൊന്നു സാറേ, ഇവന്റെ അടുത്ത് ഞാൻ പറഞ്ഞാണ് ഇവിടെ ഞാൻ സപ്ലൈ ചെയ്തോളാന്ന്. ഞാൻ അറിയാണ്ട് ഇവിടെ നീ സപ്ലൈ ചെയ്താ എത്ര കിലോ വേണ്ടി വരും സാറിന്? മച്ചാനെ ഞാൻ ഇവരുടെ കഞ്ചാവ് ഇവിടുന്ന് ഉത്ഭവിക്കുന്നതെന്ന് അറിയാനായിട്ട് വിളിച്ചു വരുത്തിയത് ഇപ്പൊ മനസ്സിലായി. എന്നാ മച്ചാനെ നമുക്ക് മഷ്റൂം എടുക്കാം, അത് ലീഗലാണ്. മച്ചാനെ ഞാൻ പച്ചിലുണ്ട് ജീവിച്ചോളാം മച്ചാനെ. മച്ചൻ തെറിച്ച അപ്പൊ എന്റെ പിള്ളേര് വൈബല്ലേ വൈബേഷ്. അപ്പൊ വൈപ്പിനി വന്ന് സാറിന് നീ എന്ത് ചൊറ ഉണ്ടെങ്കിലും നമ്മ വിളിച്ചാൽ നമ്മ വിളിപ്പുറത്തെത്തും. ആ പരിസരത്തി അല്ല മച്ചാനെ, മച്ചാൻ തെറിച്ചോ. അപ്പൊ പീസ് ഫീസൊന്നും തരണ്ട, ഞാൻ പഠിപ്പിച്ചോളാം. പൊക്കോ. ഇതിലും ഭേദം ഒരു കഞ്ചാവ് ഒറ്റയിരിപ്പിന് വലിക്കുന്നതായിരുന്നു.